ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൃഷ്ണൻ്റെ നിർദ്ദേശം അനുസരിച്ച് അക്രൂരൻ ഹസ്തിനാപുരത്തിലെത്തി അവരുടെ വാക്കുകൾ ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അതാ ഏകോന പഞ്ചാശത്തമോധ്യായഃ. 10ാം സ്കന്ധത്തിൽ 49ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവരുടെ വൃത്താന്തങ്ങൾ അന്വേഷിച്ചു വരാൻ രാമകൃഷ്ണന്മാർ അക്രൂരനെ ഹസ്തിനാപുരത്തിലേക്ക് അയക്കുന്നു. പാണ്ഡവരുടെ വിശേഷമെല്ലാം അറിഞ്ഞ ശേഷം അക്രൂരൻ ധൃതരാഷ്ട്രരെ കാണാൻ എത്തുന്നു. രാമകൃഷ്ണന്മാരുടെ വാക്കുകൾ സഭാമധ്യത്തിൽ വച്ച് അക്രൂരൻ ധൃതരാഷ്ട്രരോട് പറയുന്നു. അക്രൂരൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യമാണല്ലോ ഭരിക്കുന്നത്. ഇത് അധർമ്മമല്ലേ? അങ്ങ് പാണ്ഡവരെയും കൗരവരെയും സമമായിട്ട് കാണുന്നുമില്ല. പുത്രാദികളെ സംരക്ഷിക്കാൻ അധർമ്മമായി സമ്പാദിച്ച ധനമെല്ലാം അനുഭവിച്ച് അവസാനം സ്വജനങ്ങൾ തന്നെ അങ്ങയെ ഉപേക്ഷിക്കും. സ്വധർമ്മത്തെ ഉപേക്ഷിച്ചാൽ ഇഹലോകത്തിലും പരലോകത്തിലും ഗതി കിട്ടുകയില്ല. അങ്ങ് പാപം മാത്രം അനുഭവിക്കാൻ അവകാശിയായിത്തീരും. ഘോര താമിശ്ര നരകത്തിൽ എത്തും. അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞു, അങ്ങയുടെ സതുപദേശമൊന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല. ഞാൻ ഒരിക്കലും സമഭാവനും ശാന്തനുമായി ഭവിക്കുകയുമില്ല. അപ്പോൾ ധൃതരാഷ്ട്രരോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അക്രൂരൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞ് രാമകൃഷ്ണാദികളോട് ഇവിടെയുള്ള വിവരമെല്ലാം ധരിപ്പിക്കുന്നു. ഇതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. അക്രൂരവാച ഭോ ഭോ വൈചിത്രവീര്യ ത്വം കുരൂണാം കീർത്തിവർദ്ധന ഭ്രാതൃപരതേ പാണ്ഡവ അധുനാ ഭ്രാതൃപരതേ പാണ്ഡവോ അധുനാ ആസനമാസ്ഥിതഃ. ഭോ ഭോ വിചിത്രവീര്യ, വൈചിത്രവീര്യ എന്നാണ് വിളിക്കുന്നത്. വൈചിത്രവീര്യ, വിചിത്രവീര്യൻ്റെ പുത്ര. ഭോ ഭോ, അല്ലയോ വിചിത്രവീര്യൻ്റെ പുത്ര. കുരൂണാം കീർത്തിവർദ്ധന. അപ്പോൾ കുരുക്കളെല്ലാവരും അവരുടെ ആ വംശത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നവരാണ്. കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനെ ഭ്രാതരി, അനുജനായ പാണ്ഡവ്. അവിടെ രണ്ടാമത്തത് ഭ്രാതരി ഉപരതേ പാണ്ഡവ് അധുന എന്ന് വരും. പാണ്ഡവ് അധുന ആസനം ആസ്ഥിതഃ എന്ന് വരും. ഭ്രാതരി അനുജനായ പാണ്ഡു ഉപരതേ മരിച്ച ശേഷം അധുന ഇപ്പോൾ ത്വം അങ്ങ് ആസനം സിംഹാസനം ആസ്ഥിതം സിംഹാസനം കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പാണ്ഡുവാണ് രാജ്യം ഭരിച്ചിരുന്നത്. പാണ്ഡുവിൻ്റെ മരണശേഷം ധൃതരാഷ്ട്രൻ എന്ത് ചെയ്തു? രാജ്യഭാരം ഏറ്റെടുത്തു. കാരണം പാണ്ഡവരന്ന് കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം അങ്ങ് ഇങ്ങനെ പാണ്ഡവർക്ക് അവകാശപ്പെട്ടത് സ്വാധീനപ്പെടുത്തിയത് നല്ലതല്ല. കുരുവംശത്തിൽ ഇതുവരെ ഉണ്ടായവർ കുലമഹിമ വർദ്ധിപ്പിക്കുന്നത് പോലെ അങ്ങും കുലമഹിമ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങിങ്ങനെ ചെയ്താൽ
ഈ കുലത്തിന്റെ കീർത്തി വർദ്ധിക്കുകയില്ല, ഇവിടെ അകീർത്തിയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ബന്ധുജന മധ്യത്തിൽ വെച്ച് അക്രൂരൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ഭോ ഭോ വൈചിത്ര്യ വീര്യ ത്വം കുരൂണാം കീർത്തിവർദ്ധന ഭ്രാതൃപരതേ പാണ്ഡൗ അധുനാ ആസനം ആസ്ഥിതഃ. ശ്ലോകം 18. ധർമ്മേണ പാലയൻ ഉർവീം പ്രജാശീലേന രഞ്ജയൻ വർത്തമാന സമസ്യേഷു ശ്രിയകീർത്തിം അവാപ്സ്യസി. ധർമ്മേണ പാലയൻ ഉർവീം. ഉർവീം ധർമ്മേണ പാലയൻ. ഉർവീം ഭൂമിയെ ധർമ്മേണ ധർമ്മത്തോടുകൂടി പാലയൻ രക്ഷിക്കുന്നവനായി. പ്രജാഹ പ്രജകളെ ശീലേന സത്സ്വഭാവം കൊണ്ട് രഞ്ജയൻ രഞ്ജിപ്പിക്കുന്നവനായി. സേഷു സ്വേഷു തങ്ങളുടെ സംബന്ധികളിൽ സമനായി വർത്തമാനക ഇരിക്കുന്നവനായിട്ട് ശ്രേയസിനെയും കീർത്തിയെയും അവാപ്സ്യസി പ്രാപിക്കും. അപ്പോൾ ധർമ്മപ്രകാരം അങ്ങ് രാജ്യം പരിപാലിക്കണം. തൻ്റെയും സോദരൻ്റെയും പുത്രന്മാരിൽ ഭേദഭാവന കൂടാതെ സമഭാവനയോടെ പെരുമാറണം. എങ്കിൽ മാത്രമേ അങ്ങയ്ക്ക് കീർത്തി വർദ്ധിക്കുകയുള്ളൂ. ധൃതരാഷ്ട്രം എങ്ങനെയാണ് തൻ്റെ മക്കളോട് നല്ല രീതിയിലും പാണ്ഡവരോട് മോശമായിട്ടുമാണ് പെരുമാറുന്നത്. ധൃതരാഷ്ട്രം അല്ലെങ്കിലും ദുര്യോധനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, കൗരവാദികളാണ് കാണിക്കുന്നത്. പക്ഷേ ധൃതരാഷ്ട്രം ഇതൊന്നും അറിയാത്ത മട്ടിലിരിക്കും. പുറമേ കണ്ണ് കണ്ടുകൂടല്ലോ, അപ്പോൾ ഉൾക്കണ്ണിനും കാഴ്ചയില്ല. അപ്പോൾ എന്ത് ദുഷ്ടത്തനം ചെയ്താലും പാണ്ഡവരോട് ചെയ്താലും തിരിച്ച് ധൃതരാഷ്ട്രം ഒന്നും പറയുകയില്ല. ധർമ്മേണ പാലയൻ ഉർവീം പ്രജാശീലേന രഞ്ജയൻ വർത്തമാന സമസ്യേഷു ശ്രേയകീർത്തിമവാപ്സ്യസി. ശ്ലോകം 19. അന്യഥാ ത്വാചരൻ ലോകേ ഗർഹിതോ യാസ്യസേ തമഃ തസ്മാ സമത്വേ വർത്തസ്വ പാണ്ഡവേഷു ആത്മജേഷു ച. അന്യഥാ ത്വാ ആചരൻ ലോകേ ഗർഹിതഃ യാസ്യസേ തമഃ തസ്മാത് സമത്വേ വർത്തസ്വ പാണ്ഡവേഷു ആത്മജേഷു ച. അന്യഥ മറ്റൊരു വിധം ആചരന്തു ആചരിച്ചാലാവട്ടെ ലോകേ ലോകത്തിൽ ഗർഹിതക നിന്ദിക്കപ്പെട്ടവനായി തമഹ നരകത്തെ യാസ്യസേ നരകത്തെ പ്രാപിക്കും. അപ്പോൾ അങ്ങ് പാണ്ഡവരോട് കൗരവരോടും ഒരേപോലെ പെരുമാറിയില്ലെങ്കിൽ, പാണ്ഡവരോട് ഭേദഭാവന കാണിച്ചാൽ അങ്ങെന്ത് ചെയ്യും? ലോകവാസികൾ അങ്ങയെ നിന്ദിക്കും. ലോകത്തിൽ ഗർഹിതക നിന്ദിക്കപ്പെടാനായി തമഹ നരകത്തെ പ്രാപിക്കും, യാസ്യസെ പ്രാപിക്കും. തസ്മാത് അതുകൊണ്ട് പാണ്ഡവേഷു പാണ്ഡവന്മാരിലും ആത്മജേഷു അങ്ങയുടെ പുത്രന്മാരിലും കൗരവരിലും സമത്വേ സമനിലയിൽ വർത്തിച്ചാലും, അതായത് ഭേദഭാവന കൂടാതെ പാണ്ഡവരെയും സ്വന്തം മക്കളെയും ഒരുപോലെ കരുതി അവരോട് പെരുമാറണം. അന്യഥാ ത്വാചരൻ ലോകേ ഗർഹിതോ യാസ്യസേ തമഃ തസ്മാ സമത്വേ വർത്തസ്വ പാണ്ഡവേഷു ആത്മജേഷു ച. ശ്ലോകം 20. നേഹ ചാത്യന്ത സംവാസ കർഹിചിത് കേനചിത് സഹ രാജൻ സേനാപി ദേഹേന കിമു ജായാത്മജാതിഭിഃ. ന ഇഹ ച അത്യന്ത സംവാസഃ കർഹിചിത് കേനചിത് സഹ. കർഹിചിത് ഒരിക്കലും, കേനചിത് സഹ ആരോടുകൂടിയും, അത്യന്ത സംവാസ അധിക കാലസ്ഥിതി ഇഹ ഇവിടെ ന ഇല്ല. അപ്പം ലോകത്തിൽ ആർക്കും ആരോടുകൂടിയും ഉള്ള കാലം ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. ജാതസ്യ ഹി ധ്രുവോർ മൃത്യു, ജനിച്ചവന് മരണം നിശ്ചയമാണ്. അതുകൊണ്ട് ഇവിടെ അധികകാലം ജീവിക്കാമെന്ന് അങ്ങ് വിചാരിക്കേണ്ട. രാജൻ, ഹേ രാജാവേ, സേന
സ്വമായ ദേഹേനഭി ദേഹത്തോടു കൂടിയും ന ഇല്ല. ഈ ലോകത്തിൽ ആർക്കും ആരോടുകൂടിയും നിത്യസംസർഗമില്ല, വിട്ടുപിരിയാതിരിക്കാൻ കഴിയുകയുമില്ല. സ്വന്തം ദേഹവും തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ ദേഹം വിട്ട് അങ്ങേക്ക് പോകേണ്ടി വരും. സ്വേന സ്വമായ, അതായത് സ്വന്തം, സ്വമായ എന്ന് വെച്ചാൽ സ്വന്തമായ, ദേഹം അഭി ദേഹത്തോടു കൂടിയും ഞാൻ ഇല്ല. ദേഹത്തോടു കൂടി ഇവിടെ ജീവിക്കാന്നങ്ങ് വിചാരിക്കേണ്ട. ജായാത്മജാതിഭി, ഭാര്യാപുത്ര, ജായ ഭാര്യ, ആത്മജ പുത്രൻ, ഭാര്യാപുത്രാദികളോട് കിമു പിന്നെ പറയണോ? അപ്പോൾ അങ്ങയ്ക്ക് അങ്ങയുടെ ഈ ദേഹം ഇവിടെ ഒരുപാട് കാലമൊന്നും കൊണ്ടുപോകാൻ നടക്കുകയില്ല, കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പിന്നെ പുത്രന്മാരോടും ധനത്തോടും കൂടി ഇവിടെ ജീവിക്കാമെന്ന് അങ്ങ് വിചാരിക്കുകയാണോ? അത് സാധ്യമല്ല. ഒന്നും നിത്യമായിട്ടിവിടെ ഇല്ല. ധർമ്മം ഒന്ന് മാത്രം വിട്ടുപിരിയാതെ നിത്യസംബന്ധിയായിരിക്കും. അതുകൊണ്ട് അങ്ങിങ്ങനെ ദേഹം പോഷിപ്പിച്ചു കൊണ്ട് നടന്നാൽ ഈ ദേഹവും അതുപോലെ ഭാര്യപുത്ര എല്ലാവരും ഒരിക്കൽ അവരെ എല്ലാം ഉപേക്ഷിച്ച് അങ്ങേക്ക് പോകേണ്ടി വരും. നേഹചാത്യന്ത സംവാസ കർഹിജിത്കേന ജിത്സഹ രാജൻ സേനാപി ദേഹേന കിമുജായാത്മജാതിഭി. ശ്ലോകം 21. ഏകപ്രസൂയതേ ജന്തുർ ഏക ഏവ പ്രലീയതേ ഏകോനുഭുങ്ക്തേ സുഹൃതം ഏക ഏവ ച ദുഷ്കൃതം. ഏകഃ പ്രസൂയതേ ജന്തുഃ ഏക ഏവ പ്രലീയതേ. ജന്തുഃ പ്രാണികൾ ഏകഃ ഒരുവനായിട്ട് പ്രസൂതയെ ജനിക്കുന്നു. അപ്പോൾ ജനിക്കുമ്പോഴാ നമ്മൾ തനിച്ചായിരിക്കും. ഏകഃ ഏവ ഒരുവനായിട്ട് തന്നെ പ്രലീയതേ പ്രളയത്തെ പ്രാപിക്കും, മരിക്കുകയും ചെയ്യും. കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും. ജനിക്കുന്ന നേരത്ത് നമ്മുടെ കൂടെ ആരുമില്ല, നമ്മൾ മരിക്കുമ്പോഴും അവിടെ ആരും കാണുകയില്ല, നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. ഏകഃ ഒരുവനായിട്ട് തന്നെ സുഹൃതം പുണ്യത്തെയും, ഏകഃ ഏവ ഒരുവനായിട്ട് തന്നെ ദുഷ്കൃതം പാപത്തെയും അനുഭവിക്കുന്നു. അപ്പോൾ പുണ്യവും പാപവും അനുഭവിക്കാനും വേറെ ആരും കാണുകയില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുക എന്നേ വരികയുള്ളൂ. പുണ്യം ചെയ്താലും പാപം ചെയ്താലും താൻ തന്നെ അത് അനുഭവിക്കും. ഇത് അനുഭവിക്കാൻ കൂടെ ആരും കാണുകയില്ല. ജനിക്കുമ്പോഴും ആരുമില്ല, മരിക്കുമ്പോഴും ആരുമില്ല. പിന്നെ എന്തിനാണ് അങ്ങിങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ്. ഏകഃ പ്രസൂയതേ ജന്തുർ ഏക ഏവ പ്രലീയതേ ഏകോനുഭുങ്ക്തേ സുഹൃതം ഏക ഏവ ച ദുഷ്കൃതം. ശ്ലോകം 22. അധർമ്മോ ഉപചിതം വിത്തം ഹരന്ത്യന്യേ അല്പമേധസഃ സംഭോജനീയാപ അപദേശൈർ ജലാനീവ ജലൗകസഃ. അധർമ്മോ ഉപചിതം വിത്തം ഹരന്തി അന്യേ അല്പമേധസഃ സംഭോജനീയ അപദേശൈഃ ജലാൻ ഇവ ജലൗകസ. അല്പമേധസ അല്പബുദ്ധിയുടെ അധർമ്മോപചിതം അധർമ്മത്താൽ വർദ്ധിക്കപ്പെട്ട വിത്തം ധനത്തെ അന്യേ ഇതരന്മാർ സംഭോജനീയാപദേശൈ സംഭോജനീയന്മാർ എന്നുള്ള പേരുകൊണ്ട് ഹരന്തി ഹരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴും പുത്രാദികളൊന്നും നമ്മുടെ ബന്ധുക്കളല്ല, ശത്രുക്കളാണ്. അതായത് ബുദ്ധിശക്തിയില്ലാത്ത ഒരുവൻ ധനാശ നിമിത്തം അധർമ്മം ചെയ്തും സമ്പാദിക്കുന്ന ധനാദികളെ പുത്രന്മാരെന്ത് ചെയ്യും? അവസാന കാലത്ത് അപഹരിച്ചു കൊണ്ടുപോകും. പണം സമ്പാദിച്ച് കൂട്ടി വച്ചിരുന്നാൽ പ്രായമായി കഴിയുമ്പോൾ ആരോഗ്യമൊക്കെ നശിക്കുമ്പോൾ എന്ത് ചെയ്യും? പുത്രന്മാർ ഈ ധനത്തെ എല്ലാം അപഹരിച്ചു കൊണ്ടുപോകും. പിന്നെ ഒന്നുമില്ലാത്തവനായി ചിലപ്പോൾ അടിച്ചു തന്നെ കളയും. അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന മക്കളുണ്ടല്ലോ,
സ്വത്തുക്കൾ എടുക്കാൻ വേണ്ടി അച്ഛനമ്മമാരെ അനാഥാലയത്തിലോ അല്ലെങ്കിൽ വല്ല ക്ഷേത്ര നടയിലോ ഒക്കെ കൊണ്ട് തള്ളും. അപ്പം അങ്ങനെ ഈ ധനമെല്ലാം സമ്പാദിച്ച് കൂട്ടിവെച്ചാൽ അവസാനം ഇത് സംരക്ഷിക്കാമെന്നോ മക്കളെ സംരക്ഷിക്കുമെന്നോ വിചാരിക്കേണ്ട. അവരെ അവസാനം ഈ ധനമെല്ലാം അപഹരിച്ച് ഉപേക്ഷിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ജലാൻ ഇവ ജലൗകസ, ജലത്തിൽ വസിക്കുന്ന ജന്തുക്കൾ, ജലാനീവ ജലത്തെ പോലെ, അതായത് ജലത്തിൽ ജീവിക്കുന്ന മത്സ്യാദികളുടെ ജീവൻ ഔഷധം എന്താണ്? ജലമാണ്. അപ്പോൾ ഈ ജലത്തിൽ കൂടുതൽ മത്സ്യങ്ങൾ വരുമ്പോഴോ അതിൽ പ്രാണവായു ഇല്ലാതെയാകും, കുറഞ്ഞു പോവുകയും എല്ലാം നശിക്കുകയും ചെയ്യും. അതുപോലെ അങ്ങ് സമ്പാദിച്ചു വച്ചിരിക്കുന്ന ഈ ധനമെല്ലാം മക്കൾ കൊണ്ടുപോകും. അവസാനം മക്കൾ ശത്രുക്കളാവും, അങ്ങേക്ക് ആരുമില്ലാതായി തീരും. അധർമ്മത്തിൽ കൂടെ സമ്പാദിക്കുന്ന ധനം നിൽക്കുകയില്ല. അധർമ്മോപചിതം വിത്തം ഹരന്ത്യന്യേ അല്പമേധസ സംഭോജനീയാപദേശൈർ ജലാനീവ ജലൗകസാം. ശ്ലോകം 23. ഉഷ്ണാദിയാനധർമ്മേണ സ്വബുദ്ധം തമപണ്ഡിതം തേ അകൃതാർത്ഥം പ്രഹിണ്വന്തി പ്രാണാരായ സുതാദയഃ. പുഷ്ണാദിയാൻ അധർമ്മേണ സ്വബുദ്ധ്യാ തമപണ്ഡിതം തേ അകൃതാർത്ഥം പ്രഹിണ്വന്തി പ്രാണാരായഃ സുതാദയഃ. സ്വബുദ്ധ്യാ തൻ്റേതെന്ന ഭാവത്താൽ യാൻ യാതൊരുത്തരെ അധർമ്മേണ അധർമ്മം കൊണ്ട് പുഷ്ണാദി പോഷിപ്പിക്കുന്നു. അതായത് ഇപ്പോൾ തൻ്റെ മക്കളെന്ന് പറഞ്ഞ് അധർമ്മത്താൽ കിട്ടിയ ഈ ധനം കൊണ്ട് അങ്ങ് പോഷിപ്പിക്കുകയാണ്. അകൃതാർത്ഥം അതൃപ്തനും അപണ്ഡിതം മൂർഖനുമായ തം അവനെ തേ പ്രാണ ആ പ്രാണങ്ങളും രായഹ ധനങ്ങളും സുതാദയ പുത്രാദികളും പ്രഹിണ്വന്തി ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ തൻ്റേതെന്ന അഭിമാന നിമിത്തം സ്വദേഹം തൻ്റെതാണ്, സ്വപ്രാണനാണ്, തൻ്റെ ഭാര്യയാണ്, തൻ്റെ പുത്രന്മാരാണ്, ഇവരെല്ലാം പുലർത്താൻ വേണ്ടി അങ്ങ് അധർമ്മ പ്രവൃത്തികളിൽ പ്രവേശിക്കുന്നു. എന്നാൽ അവസാന കാലം വരുമ്പോൾ എന്തു ചെയ്യുന്നു? ഈ മൂഢനെ പുത്രന്മാരോ ഭാര്യയോ ധനാദികളോ ദേഹമോ ഒന്നും സഹായിക്കില്ല, ഒട്ടുമില്ല. അവരെല്ലാം ഈ ജീവനെ ഉപേക്ഷിക്കുന്നു. അധർമ്മം മാത്രം ഇവനെ ക്ലേശിപ്പിക്കാൻ ഒരുങ്ങി വിട്ടുപോകാതെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ ശരീരമോ നമ്മുടെ പുത്രന്മാരോ ഭാര്യയോ ധനമോ ഒന്നും അവസാനം കാണുകയില്ല. അവസാനം എന്ത് കാണും? ഈ അധർമ്മത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ പാപത്തെ തിരിച്ച് പോകുമ്പോൾ അതുകൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അടുത്ത ജന്മത്തിൽ ഈ പാപം അല്ലെങ്കിൽ അധർമ്മം നമ്മളോട് ഒപ്പം തന്നെ ഉണ്ടാകും. അല്ലാതെ ദേഹമോ പുത്രാദികളോ ധനമോ സമ്പത്തോ ഒന്നും കാണുകയില്ല. പുഷ്ണാദിയാൻ അധർമ്മേണ സ്വബുദ്ധ്യാതമപണ്ഡിതം തേ അകൃതാർത്ഥം പ്രഹിണ്വന്തി പ്രാണാരായ സുതാദയഃ. ശ്ലോകം 24. സ്വയം കിൽബിഷമാദായ തൈസ്ത്യക്തോനാർത്ഥകോവിദഃ അസിദ്ധാർത്ഥോ വിശദ്ധ്യന്ധം സ്വധർമ്മവിമുഖസ്തമഃ. സ്വയം കിൽബിഷം ആദായ തൈഹി തെക്തഃ ന അർത്ഥകോവിദഃ അസിദ്ധാർത്ഥോ അസിദ്ധാർത്ഥഃ വിശദി അന്ധം സ്വധർമ്മ വിമുഖഃ തമഃ. സ്വധർമ്മ വിമുഖഃ സ്വധർമ്മത്തിൽ വിമുഖനും, അതായത് പുത്രാദികളെ സംരക്ഷിക്കാൻ വേണ്ടി ധർമ്മം പ്രവർത്തിക്കാതെ അധർമ്മത്തിൽ സമ്പാദിക്കുന്ന ധനങ്ങൾ, നാർത്ഥകോവിത പുരുഷാർത്ഥ സമ്പാദനത്തിൽ സമർത്ഥനല്ലാതെ. പുരുഷാർത്ഥം എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതായത് ധർമ്മത്തിൽ കൂടി ധനം സമ്പാദിക്കുക. ധർമ്മം, അർത്ഥം എന്ന് വെച്ചാൽ ധനം, കാമം, അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളെ പാടുള്ളൂ. അപ്പോൾ ധർമ്മത്തിലൂടെ വേണം നമ്മൾ ധനം സമ്പാദിക്കാൻ, അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ. പിന്നെ അവസാനം
പുരുഷാർത്ഥത്തിലെ അവസാനം ഏതാണ്? മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആ മോക്ഷത്തിലേക്ക് വരും. അല്ലാതെ പുരുഷാർത്ഥ സമ്പാദനത്തിൽ അസമർത്ഥനായിരുന്നാൽ അസിദ്ധാർത്ഥ, സിദ്ധിക്കാത്ത മനോരഥത്തോടുകൂടിയും, അപ്പോൾ ധർമ്മത്തിനനുസരിച്ചല്ല ധനം സമ്പാദിച്ചത്, അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളല്ല, അങ്ങനെയുള്ളവൻ തൈഹി, അവരാൽ തെക്ത, ഉപേക്ഷിക്കപ്പെട്ടവനുമായിട്ട്. അപ്പോൾ എന്തു ചെയ്യും? ഈ സമ്പാദിച്ചു കൂട്ടിയതോ പുത്രന്മാരോ ഭാര്യയോ ഒന്നും കാണുകയില്ല. അവരെല്ലാം ഉപേക്ഷിക്കപ്പെട്ടവനായി സ്വയം താൻ തന്നെ കിൽബിഷം, പാപത്തെ ആദായ സ്വീകരിക്കുന്നു. അപ്പോൾ പാപമാണ് നമുക്ക് അവസാനം കൂടെ കൊണ്ടുപോകാൻ കാണുന്നത്. അന്ധത്തമക, ഘോര നരകത്തെ വിശദി, അവസാനം ഘോരമായ നരകമാണ് നമുക്ക് കിട്ടുന്നത്. ഘോരമായ താമിശ്ര നരകലോകത്തിലേക്ക് പാപമാകുന്ന പൊതിച്ചോറും കൊണ്ട് ചുമന്നു പോകേണ്ടിയിരിക്കും. അവസാനം അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന എന്താണ്? പാപമാകുന്ന പൊതിച്ചോറാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അധർമ്മത്തെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. സ്വയം കിൽബിഷമാദായ സ്ഥൈത്യക്തോനാർത്ഥ കോവിദ അസിദ്ധാർത്ഥോ വിശത്യന്ധം സ്വധർമ്മ വിമുഖസ്തമഃ. ശ്ലോകം 25. തസ്മാത് ലോകമിമം രാജൻ സ്വപ്നമായ മനോരഥം വീക്ഷയാമ്യാത്മനാത്മാനം സമശാന്തോ ഭവ പ്രഭോ. തസ്മാത് ലോകം ഇമം രാജൻ, തസ്മാത് അതുകൊണ്ട്, രാജൻ ഹേ രാജാവേ, ഇമം ലോകം ഈ ലോകത്തെ, സ്വപ്ന മായ മനോരഥം, സ്വപ്നം മായ മനോരഥം എന്നിവ പോലെ വീക്ഷ കണ്ടിട്ട്. അപ്പം ഈ ലോകം ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു മായയാണ്. സ്വപ്നത്തിൽ നമ്മൾ പലതും കാണും, ഉണരുമ്പോഴോ ഇതൊന്നും ഇല്ലാത്തതാണെന്ന് തോന്നും. അതുപോലെയാണ് ഈ ലോകവും. ഇത് സ്വപ്നമാണ്, ഒരു സ്വപ്നത്തിലാണ് നമ്മളുള്ളത്, അല്ലെങ്കിൽ ഇതൊരു മായയായിട്ടാണ് ഇത് നമുക്ക് സത്യമായിട്ട് തോന്നുന്നത് എന്ന് വീക്ഷ കണ്ടിട്ട്, ആത്മന ബുദ്ധി കൊണ്ട്, ആത്മാനം മനസ്സിനെ ആയമ്യ അടക്കുക, ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കുക, വിഷയങ്ങളിലോട്ട് മനസ്സ് പോകാതെ മനസ്സിനെ അടക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക. എന്നിട്ട് സമശീലനും ശാന്തക, ശാന്തി ഉള്ളവനുമായിട്ട്, പ്രഭു ഹേ പ്രഭുവായുള്ളവനെ ഭവിച്ചാലും. അപ്പം ഇന്ദ്രിയങ്ങളെ മനസ്സിനെ അടക്കി ശാന്തിയുള്ളവനായി ഭവിച്ചാലും ഇതൊന്നും ശാശ്വതമായിട്ട് ഉള്ളതല്ല. ഈ പുത്രന്മാരോ ഭാര്യയോ ധനമോ ഈ ലോകമോ ഒന്നും ശാശ്വതമായിട്ടുള്ളതല്ല. ഇത് ഒരു സ്വപ്നം പോലെയാണ്, ഇത് മായയാണ്, ഇത് മനോരഥമാണ്. അപ്പം അതുകൊണ്ട് ഇതിനെയൊക്കെ ഉപേക്ഷിക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ശാന്തമാക്കുക. അപ്പോൾ പരമസുഖം അനുഭവിക്കുക. തസ്മാത് ലോകമിമം രാജൻ സ്വപ്നമായ മനോരഥം വീക്ഷ്യ ആയാമ്യാത്മന ആത്മാനം സമശാന്തോ ഭവ പ്രഭോ. ശ്ലോകം 26. ധൃതരാഷ്ട്ര ഉവാച യഥാ വദതി കല്യാണിം വാചം ദാനപദേ ഭവാൻ തഥാനയാ ന തൃപ്യാമി മർത്യപ്രാപ്യ യഥാമൃതം. യഥാ വദതി കല്യാണീം വാചം ദാനപദേ ഭവാൻ തഥാ അനയാ ന തൃപ്യാമി മർത്യഃ പ്രാപ്യ യഥാ അമൃതം. ദാനപദേ, ദാനം ചെയ്യുന്നവരിൽ വെച്ച് ശ്രേഷ്ഠ, ഭവാൻ അങ്ങ് കല്യാണി, ശുഭത്തെ ജനിപ്പിക്കുന്ന വാചം വാക്കിനെ യഥാ എപ്രകാരം വദതി പറയുന്നു. ഇപ്പൊ ധൃതരാഷ്ട്രർ പറയാണ്, അങ്ങ് പറയുന്നതെല്ലാം സതുപദേശങ്ങൾ തന്നെ, ശുഭത്തെ ഉണ്ടാക്കുന്ന വാക്കുകളാണ് പറയുന്നത്. പക്ഷേ അനയ ഇതുകൊണ്ട് അഹം ഞാൻ അമൃതത്തെ പ്രാപിച്ചിട്ട് മർത്യയത മർത്യൻ എപ്രകാരമോ തഥാ അപ്രകാരം ന തൃപ്തിയാമി തൃപ്തിപ്പെടുന്നില്ല. അങ്ങയുടെ ഉപദേശം കേട്ടിട്ട് എനിക്കൊരു തൃപ്തിയും വരുന്നില്ല. എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് മനുഷ്യന്, അമൃതത്തെ പ്രാപിച്ച മനുഷ്യന് ഏതുവിധം തൃപ്തി വരികയില്ലയോ അതുപോലെ അതിനേക്കാൾ അധികം തൃപ്തി എനിക്ക് വരുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിന് അതൃപ്തിയാണ് ഉണ്ടാകുന്നത്, അശാന്തിയാണ് ഉണ്ടാകുന്നത്. എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. തൻ്റെ മക്കളെയാണ് അയാൾ പരിപാലിക്കുന്നത്, പാണ്ഡവരെ ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പോൾ ഈ സതുപദേശം കേട്ടിട്ടും തൻ്റെ മക്കളെ സംരക്ഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവിടെ
ധൃതരാഷ്ട്രർക്ക് മമത്വമാണ്, മമത്വഭാവം, എൻ്റേതെന്നുള്ള ഭാവമാണ്. തൻ്റെ അനുജൻ്റെ മക്കളെ ശ്രദ്ധിക്കുന്നതേയില്ല. അനുജൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട രാജ്യമാണ് കൈവശം വച്ചിരിക്കുന്നത്. എന്നിട്ടും അവരെ ശ്രദ്ധിക്കാൻ ധൃതരാഷ്ട്രർക്ക് കഴിയുന്നില്ല. സ്വന്തം മക്കളുടെ ആ ദുഷ്ടതകൾക്ക് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. സ്വതവേ കണ്ണില്ല, പിന്നെ ഉൾക്കാഴ്ചയും ഇല്ല. പിന്നെ നേരെ നടത്താൻ അമ്മയും എന്ത് ചെയ്തു? കണ്ണ് കെട്ടിവെച്ചിരിക്കുകയാണ്. ഗാന്ധാരിയും കണ്ണ് കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കളെ നേരെ വളർത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. മക്കൾ അതിനനുസരിച്ച് ദുഷ്ടപ്രവൃത്തികളിലേക്ക് തിരിയുന്നു. അതാണ് നമുക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കണ്ണടച്ചിരുന്ന, നമുക്ക് കണ്ണുണ്ടെങ്കിലും ആ കണ്ണുകൾ മക്കളുടെ ആ ദുർപ്രവൃത്തിക്ക് നേരെ തിരിഞ്ഞില്ലെങ്കിൽ, യഥാസമയം അവരെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ മക്കൾ ഈ കൗരവരെ പോലെ തന്നെ ദുഷ്ടരായി തീരും. അപ്പം നമുക്കുമുള്ള ഉപദേശമാണ് ഇവിടെ. യഥാവദതി കല്യാണിം വാചം ദാനപദേ ഭവാൻ തഥാനയ ന തൃപ്ത്യാമി മർത്യപ്രാപ്യ യഥാമൃതം. ശ്ലോകം 27. തഥാപി സുനൃത സൗമ്യ ഹൃദി നാസ്തീയതേ ചലേ പുത്രാനുരാഗവിഷമേ വിദ്യുത് സൗദാമിനി യഥാ. തഥാപി സുനൃത സൗമ്യ, ഹേ സൗമ്യ, തഥാപി എങ്കിലും, സുനൃത ഏറ്റവും മധുരമായ, തേ നിന്റെ വാക്ക്, സൗദാമിനി പർവ്വതത്തിൽ പ്രവേശിക്കുന്ന വിദ്യുതത, മിന്നൽ പോലെ. പർവ്വതത്തിൽ മിന്നൽ തട്ടിയാൽ എന്താണ്? ഒന്നും പ്രകാശിക്കുകയില്ല. അപ്പം മിന്നൽ പർവ്വതത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെ ക്ഷണത്തിൽ അത് കാണാതെയാകുന്നുവോ, അതുപോലെ പുത്രാനുരാഗവിഷമേ, പുത്രന്മാരിലുള്ള അനുരാഗം കൊണ്ട് സ്വഭാവമില്ലാത്തവനും ചഞ്ചലവുമായ ഹൃദയത്തിൽ നസ്തീയതേ, സ്ഥിരമായി നിൽക്കുന്നില്ല. അപ്പം നീ പറയുന്ന ഈ സതുപദേശമൊന്നും, അങ്ങയുടെ സതുപദേശമൊന്നും എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സമഭാവനും ശാന്തനുമായി ഭവിക്കുകയില്ല എന്ന് ധൃതരാഷ്ട്ര തന്നെ അങ്ങ് ഉറപ്പിക്കുകയാണ്. എനിക്ക് ആ മക്കളുടെ നേരെ മാത്രമേ തിരിയാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ പാണ്ഡവരോട് സമഭാവന കാണിക്കാൻ എനിക്ക് പറ്റുകയില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങയുടെ സതുപദേശം കൊണ്ട് നന്നാവുകയില്ല എന്ന് പറയുകയാണ്. തഥാപി സുനൃത സൗമ്യ ഹൃദി നാസ്തീയതേ ചലേ പുത്രാനുരാഗവിഷമേ വിദ്യുത് സൗദാമിനി യഥാ. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് അല്ലേ? സ്വന്തം മക്കളുടെ നേരെ അവരെന്ത് ചെയ്താലും അതിന് നേരെ കണ്ണടയ്ക്കും. അപ്പം അങ്ങനെ ആയിരുന്നാൽ അവസാനം നാശമായിരിക്കും ഫലം എന്നുകൂടെ നാം ഓർമ്മിക്കേണ്ടതാണ്. ശ്ലോകം 28. ഈശ്വരസ്യ വിധിം കോനു വിധിനോത്യന്യഥാ പുമാൻ ഭൂമേർ ഭാര അവതാരായ യോവതീർണോ യതോ കുലേ. ഈശ്വരസ്യ വിധിം കഹാനു വിധിനോതി അന്യത പുമാൻ ഭൂമേഹ ഭാര അവതാരായ യഹ അവതീർണഃ യതോഹോ കുലേ. ഭൂമേഹ ഭൂമിയുടെ ഭാര അവതാരായ ഭാരത്തെ തീർക്കാനായിക്കൊണ്ട് യഹ യാതൊരുവൻ യതോ കുലേ യദുകുലത്തിൽ അവതരിച്ചിരിക്കുന്നുവോ. ഈശ്വരസ്യ ഈശ്വരൻ്റെ വിധിയെ കോനു പുമാൻ യാതൊരു പുരുഷൻ അന്യത മറ്റൊരു വിധത്തിൽ വിധിനോതി മറിക്കുന്നു. അപ്പോൾ എല്ലാം പലരും ഉണ്ടല്ലോ, എല്ലാം ഈശ്വരനിൽ അർപ്പിക്കാം, ഇത് വിധിയാണെന്ന് പറയും. അതുപോലെ പറയുകയാണ്, ഭൂമിഭാരം തീർക്കാനായി യതികുലത്തിൽ അവതരിച്ചിരിക്കുന്ന കൃഷ്ണഭഗവാന്റെ ഇച്ഛയെ മറികടക്കാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ മനസ്സിൽ പ്രബലപ്പെട്ടു വരുന്ന ഈ പക്ഷഭേദവും ചാഞ്ചല്യവും ഈശ്വരേച്ഛ നിമിത്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിനെ മറിച്ചാക്കി തീർക്കാൻ ഞാൻ ശക്തനായി വരുന്നില്ല. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ പലതും ഇത് വിധിയാണ് എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും സാധിക്കില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഉദ്ധരേത് ആത്മനാത്മാനം ഭഗവത്ഗീതയെ പറയും പോലെ നമ്മുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാതെ എല്ലാം ഈശ്വരന്
ഈശ്വരൻ്റെ പേരിൽ പഴിചാരിയിട്ട് മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ധൃതരാഷ്ട്രം എല്ലാം ഈശ്വരൻ്റെ പേരിലാണ് പഴിചാരുന്നത്. ഈശ്വര ഇച്ഛ പോലെയാണ് ഞാനും പ്രവർത്തിക്കുന്നതെന്നാണ് ധൃതരാഷ്ട്രർ പറയുന്നത്. ഈശ്വരസ്യ വിധിം കോനോ വിധിനോദ്യന്യതാ പുമാൻ ഭൂമേർഭാരാവതാരായ യോപതീർണോ യതോ കുലേ. ശ്ലോകം 29. യോ ദുർവിമർശപഥയാ നിജമായ ഏതം സൃഷ്ട്വാ ഗുണാൻ വിഭജത്തെ തദനുപ്രവിഷ്ട തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാരചക്രഗതയെ പരമേശ്വരായ. യഹ ദുർവിമർശ പഥയാ നിജമായ മായയാ ഇതം. യഹ യാതൊരുവൻ ദുർവിമർശ പഥയാ ആലോചിക്കാൻ സാധിക്കാത്ത നിജമായയ തൻ്റെ മായാശക്തിയാൽ ഇതം ഇതിനെ സൃഷ്ടിച്ചിട്ട് തദനുപ്രവിഷ്ട അതിനെ അനുപ്രവേശിച്ച്, അതായത് ഭഗവാൻ തൻ്റെ മായയെ വിസ്തരിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിട്ട് ഗുണങ്ങളെ വിഭജിക്കുന്നു. ദുരവബോധ വിഹാരതന്ത്ര അറിയാൻ കഴിയാത്ത ക്രീഡയാകുന്ന മുഖ്യ കാരണത്തിൽ നിന്നുണ്ടായ സംസാരചക്രഗതയെ സംസാരചക്രത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന തസ്മൈ പരമേശ്വരനായിക്കൊണ്ട് നമഃ നമസ്കാരം എന്ന് പറയുകയാണ്. അപ്പോൾ ധൃതരാഷ്ട്ര പറയാണ്, അസ്വതന്ത്രനായ ഞാൻ സ്വതന്ത്രനായ ആ ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഭഗവാന്റെ മായയെ ആർക്കും ഊഹിക്കാൻ കഴിയുകയില്ല. ഭഗവാൻ മായാശക്തി കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുകയും അന്തര്യാമിയായി പ്രവേശിക്കുകയും സത്വാദി ഗുണങ്ങളെ, സത്വം ഗുണം രജ തമസ് എന്നീ ഗുണങ്ങളെയും തന്നിമിത്തമുണ്ടാകുന്ന കർമ്മങ്ങളെയും അവയിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെയും നിശ്ചയിക്കുകയും സ്വതന്ത്രനായ ഭഗവാന്റെ ലീലാവിശേഷത്തെ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. ആ ഭഗവാന്റെ ഇത് ക്രീഡയായിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ സംസാര ചക്രത്തെ ഉരുട്ടിക്കൊണ്ടു പോവുകയാണ്. സ്വതന്ത്രനായ ആ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. മായ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? യന്ത്രത്തിൽ പാവകളെ കറക്കുന്നത് പോലെ എല്ലാവരെയും സംസാര ചക്രത്തിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. യോ ദുർവിമർശപഥയാ നിജമായേതം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തനു തത് അനുപ്രവിഷ്ട തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാരചക്രഗതയെ പരമേശ്വരായ. ഒന്നുകൂടെ വായിക്കാം. യോ ദുർവിമർശപഥയാ നിജമായ ഏതം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തദനുപ്രവിഷ്ട തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാരചക്രഗതയെ പരമേശ്വരായ. അപ്പോൾ അങ്ങനെ ധൃതരാഷ്ട്ര പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എല്ലാം ഭഗവാന്റെ മായയാണ്, എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ധൃതരാഷ്ട്ര. അപ്പം അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, എനിക്ക് മറിച്ചൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല, ആ എല്ലാം വിധിയാണ്. അപ്പോൾ ശ്രീശുകൻ പറയുകയാണ്, ശ്ലോകം 30, ഇത്യഭിപ്രയത്യ നൃപതേ അഭിപ്രായം സ യാദവ സുഹൃദ്ഭി സമനുജ്ഞാത പുനർയദുപുരീം അഗാത് ഇതി അഭിപ്രയത്യ നൃപതേഹേ അഭിപ്രായം സഹ യാദവ ആ യാദവൻ, അതായത് അക്രൂരൻ, ഇത് ഇപ്രകാരം നൃപതേഹേ രാജാവിൻ്റെ ധൃതരാഷ്ട്രൻ്റെ അഭിപ്രായത്തെ അഭിപ്രയത്യ അറിഞ്ഞിട്ട് സുഹൃത്തുക്കളാൽ സമനുജ്ഞാത യാത്ര പറഞ്ഞവനായിട്ട് പുനഃ പിന്നെ യദുപുരിയും മധുരയെ ഗമിച്ചു. അപ്പോൾ ഇപ്രകാരം ധൃതരാഷ്ട്രയുടെ അഭിപ്രായമൊക്കെ അറിഞ്ഞ് പാണ്ഡവരോട് യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങി ഉടനെ മധുരാപുരിക്ക് പോവുകയും ചെയ്തു. ശ്രീശുകോവാച
ഇത്യഭിപ്രേത്യ നൃപതേർ അഭിപ്രായം സ യാദവഃ സുഹൃദ്ഭി സമനുജ്ഞാത പുനർയത് പുരീം അഗാത്. ശ്ലോകം 31. ശശംസ രാമകൃഷ്ണാഭ്യാം ധൃതരാഷ്ട്രവിചേഷ്ടിതം പാണ്ഡവാൻ പ്രതി കൗരവ്യ യദർത്ഥം പ്രേഷിത സ്വയം. ശശംസ രാമകൃഷ്ണാഭ്യാം ധൃതരാഷ്ട്രവിചേഷ്ടിതം പാണ്ഡവാൻ പ്രതി കൗരവ്യ. കൗരവ്യ, ഹേ കുരുകുലത്തിൽ ജനിച്ച രാജാവേ, യഥർത്ഥം യാതൊന്നിനു വേണ്ടി സ്വയം താൻ പ്രേക്ഷിത അയക്കപ്പെട്ടുവോ, പാണ്ഡവാൻ പ്രതി പാണ്ഡവന്മാരുടെ നേരെ ധൃതരാഷ്ട്ര വിചേഷ്ടിതം ധൃതരാഷ്ട്രന്റെ വ്യാപാരത്തെ രാമകൃഷ്ണാഭ്യാം രാമകൃഷ്ണന്മാർക്കായിക്കൊണ്ട് ശശംസ പറഞ്ഞു. അപ്പം അങ്ങനെ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ശ്രീശുകൻ ഇവിടെ കൗരവ്യ എന്ന് പറയുന്നത് പരീക്ഷത്തിനാണ്. അല്ലയോ പരീക്ഷത്തെ, അങ്ങയുടെ കുലത്തിൽ ഇപ്രകാരമുള്ള ദുർജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായത്തോടു കൂടിയാണ് കൗരവ്യ എന്ന് വിളിച്ചത്. കൗരവ്യ എന്നിവിടെ കുരുകുലത്തിൽ ജനിച്ച രാജാവ് എന്നുള്ളതാണ്, അല്ല കൗരവന്മാരല്ല. അക്രൂരൻ മധുരയിൽ നിന്ന് വന്ന് രാമകൃഷ്ണന്മാരോട് ധൃതരാഷ്ട്ര പാണ്ഡവന്മാരുടെ നേർക്ക് പ്രവർത്തിച്ച ദ്രോഹങ്ങളും ഇപ്പം പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള എല്ലാ സംഗതികളും പറഞ്ഞു. അപ്പം അതിനുവേണ്ടിയാണല്ലോ കൃഷ്ണൻ അയച്ചത്. പാണ്ഡവരുടെ വൃത്താന്തങ്ങൾ അറിഞ്ഞു വരാനാണ് അയച്ചത്. അപ്പോൾ അതെല്ലാം യഥാവിധി കണ്ടു മനസ്സിലാക്കി. അതായത് കുറേ കാലം ഹസ്തനാപുരത്തിൽ താമസിച്ചു. അപ്പോൾ ഈ ധൃതരാഷ്ട്രരുടെ ആ മനസ്സിൽ ഇരിപ്പ് മനസ്സിലാക്കി കൗരവർ പാണ്ഡവരോട് ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം ഒന്നുവിടാതെ രാമകൃഷ്ണന്മാരോട് പറഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർത്തേ ഏകോന പഞ്ചാശത്തമോധ്യായക സമാപ്തം. ദശമം പൂർവാർത്തം സമാർത്ഥം. സർവത്ര ഗോവിന്ദര നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.